ചേട്ടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ പരാതി. ഈ പരാതിയിൽ അതിജീവിതയുണ്ട്, അതിജീവിതനുമുണ്ട്. ഇപ്പോൾ പ്രശ്നം മുഴുവൻ ഈ അതിജീവിതനാണ്. നിരന്തരം പലർക്കുമെതിരെയാണ് ഇയാളുടെ ആരോപണങ്ങൾ വരുന്നത്. അതിജീവിതയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നു ആരോപണം. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാത്ത കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ ഇദ്ദേഹം ചോദ്യമുയർത്തി. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്ത കേരള പോലീസിനെതിരെയായിരുന്നു പരാതി. ഇദ്ദേഹം യുവമോർച്ചയുടെ എന്തോ ഒരു ജില്ലാ ഘടകത്തിൻ്റെ ഭാരവാഹി എന്തോ അംഗത്വമുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയത്. ചുരുക്കത്തിൽ ഡെയിലി അലമ്പുണ്ടാക്കുന്ന ഒരു അതിജീവിതനാണ് മേൽപ്പറഞ്ഞ കക്ഷി. അതെ, അദ്ദേഹത്തിന് ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേസിൽ തനിക്ക് കക്ഷി ചേരണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് ആദ്യം രംഗപ്രവേശനം വരുന്നത്. യഥാർത്ഥ തനിക്ക് നീതി വേണം, തൻ്റെ കുടുംബം തകർത്തത് രാഹുൽ മാങ്കൂട്ടലുമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ തൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന ശേഷം അങ്ങനെയെങ്കിൽ നാട്ടുനടപ്പ് തന്നോടുകൂടി സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇത് രാഹുൽ മാങ്കൂട്ടം തൻ്റെ സാന്നിധ്യമില്ലായ്മ മുതലാക്കിക്കൊണ്ട് ഭാര്യയോട് അടുത്തു, ഭാര്യയെ വശീകരിച്ചു. അതുപോലെ തന്നെ താൻ ഏക മകനായതുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ സാഹചര്യം രാഹുൽ മാങ്കൂട്ടം ഉപയോഗപ്പെടുത്തി. ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യം വന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അതിജീവിതൻ്റെ അതെ, പിന്നീട് അദ്ദേഹം കേരള പോലീസിനൊരു പരാതി കൊടുത്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു പരാതി കൊടുത്തു. സംസ്ഥാന പോലീസ് മേധാവിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണം, തൻ്റെ ജീവിതം തകർത്തതിൽ രാഹുൽ മാങ്കൂട്ടം ജീവിതം തകർത്തതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് പോയത്. പിന്നീട് ഇത് CM-ലേക്ക് പോയി, മുഖ്യമന്ത്രിക്ക് ഈ പരാതി എത്തി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞു. കോൺഗ്രസ് അത് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു രണ്ടാമത്തെ ഒരു വിഷയം. കോൺഗ്രസ് തയ്യാറാവുന്നില്ല, ഞെളിഞ്ഞ് നടക്കുകയാണ്, പാലക്കാട് MLA ഞെളിഞ്ഞ് നടക്കുന്നു, താനാണ് ഇര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പിന്നീട് ഇതുപോലെ ഈ സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോൾ കേരള പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല. ഇതായിരുന്നു അടുത്ത പരാതി. പരാതിയിൽ FIR ഇല്ലാതെ എങ്ങനെയാണ് പോലീസ് ചോദ്യം ചെയ്യാൻ ഒരാളെ വിളിക്കുന്നത്? പ്രത്യേകിച്ചും കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. ഇദ്ദേഹം ഉന്നയിക്കുന്ന കേസിലെ മറ്റൊരു കക്ഷിയുടെ പരാതിയിൽ കേസെടുക്കുകയും ആ കേസിൽ കോടതി നടപടികൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എങ്ങനെ രണ്ടാമതൊരു FIR ഇല്ലാതെ പോലീസ് ആളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരു നിയമ സംവിധാനത്തിനോടുള്ള ഒരു ചോദ്യമാണ്. അവരെങ്ങനെ എന്താ പറയുക, ഇത്തരത്തിൽ നിസ്സഹായരാണ്. അവർക്കൊന്നും വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിരുത്തി ഇത് എന്താണ് ഒരു FIR ഇടാതെ ഒരു കേസിനകത്ത് അവരെങ്ങനെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും? അവർക്കത് സാധിക്കില്ല. അതും കഴിഞ്ഞു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ തച്ചനാട്ടുകര എന്ന് പറയുന്ന പഞ്ചായത്ത്, പാലക്കാട് തച്ചനാട്ടുകര പഞ്ചായത്തിൽ, അത് പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗവും പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി വരുന്ന പഞ്ചായത്താണ് തച്ചനാട്ടുകരയിലെ ഒരു വാർഡിൽ BJP 3 വോട്ടിന് പരാജയപ്പെട്ടു പോയി. ആ BJP 3 വോട്ടിന് പരാജയപ്പെട്ട വാർഡിൽ അതിൻ്റെ കാരണക്കാരനാണ് എന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഉയർത്തുന്നത് ഈ അതിജീവിതൻ്റെ പേരാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന തോൽവിയുടെ കാരണക്കാരൻ എന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്നു. പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആരോപണം പരിഗണിക്കുകയും അതിൽ നടത്തിയ പ്രാദേശിക അന്വേഷണം നടത്തുകയും ചെയ്ത ശേഷം ഈ പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ പുറത്താക്കി. യുവമോർച്ചയുടെ അവിടുത്തെ ഭാരവാഹിത്വം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് വാർത്താക്കുറിപ്പ് അവർ ഇറക്കുകയും ചെയ്യുകയുണ്ടായി. വാർത്താക്കുറിപ്പല്ല, വാർത്താ മാധ്യമങ്ങൾക്ക് ഈ വിവരം നൽകുകയും ഉണ്ടായി. അങ്ങനെ ഈ വിവരം മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു. അതായത് ഇദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു, BJP പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പുറത്തൊരു കുറേ പേർ വന്നു, അതായത് BJP ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നൊരു കാര്യം വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം വീണ്ടും ഇദ്ദേഹം രംഗത്തെത്തി. ഇത്തവണ വന്നിരിക്കുന്നത് BJPക്കെതിരെയാണ്. BJP തന്നോട് ആവശ്യപ്പെട്ടു രാഹുലിനെതിരായിട്ടുള്ള പരാതി പിൻവലിക്കാൻ. താൻ തയ്യാറായില്ല. തനിക്കെതിരായിട്ടുള്ള നടപടിയിൽ പുറത്താക്കുന്ന നടപടിയിൽ ഗൂഢാലോചനയുണ്ട്. അതായത് ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇദ്ദേഹം നൽകിയ പരാതി പിൻവലിക്കാത്ത ദേഷ്യം മൂലം BJP ഇദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ്. BJPക്ക് ആദ്യത്തെ ആവശ്യം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക എന്നുള്ളത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ ആൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായുള്ള പ്രശാന്ത് ശിവനാണ്.
CPM പോലും അത്രയും അതെ, രൂക്ഷമായിട്ടുള്ള പാലക്കാട് ഭാഷയിൽ BJPക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണത്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി, ഒരു അമ്പ് വരുന്ന അയാൾക്കെതിരെ വരുന്ന ഒരു ആയുധം തടഞ്ഞു നിർത്തിയിട്ട് അയാൾക്കൊരു കവചം നിൽക്കേണ്ട ആവശ്യം BJPക്ക് അവിടെ ഇല്ലല്ലോ. ഈ BJP തന്നെയാണ് അവിടെ ആദ്യം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, CPM അല്ല അവിടെ പറഞ്ഞത്. CPM മാങ്കൂട്ടത്തിൽ വന്നാൽ ചൂലെടുത്ത് തല്ലുമെന്ന് പറഞ്ഞതും പ്രവർത്തകരാണ്. അത് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരാണ് അത് പറഞ്ഞത്. ഈ പ്രശാന്ത് ശിവൻ പറഞ്ഞത് ഇദ്ദേഹത്തെ ഇവിടെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ്. അത് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അവരാണത് പറഞ്ഞത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത്, അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ ഒരു പരാതി ഉന്നയിക്കാം, ആ പരാതിയിന്മേൽ അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക, നിലനിൽപ്പില്ലാത്ത ആരോപണങ്ങൾ വരുമല്ലോ. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, സത്യസന്ധതയെ അത് ചോദ്യം ചെയ്യപ്പെടും. അതെ, സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെടും. തുടർച്ചയായിട്ട് അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മുൻപ് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സ്ഥിരമായിട്ടൊരു സ്ത്രീ രംഗത്തെത്തുമായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം മസാല ചേർത്ത് വിട്ടാൽ അതെ അതങ്ങ് കൊള്ളും. അതെ, അന്ന് ആ സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു 2013 ശേഷമുള്ള കാലഘട്ടമായിരുന്നു. 2013 ശേഷം ഒരു സ്ത്രീ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്ന് ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ എന്തിനാ പറയുക, കോൺഗ്രസിന്റെ നേതാക്കൾ, UDFന്റെ നേതാക്കൾക്കെതിരെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരാളെ കഴിയുമ്പോൾ അടുത്ത ആൾ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ആൾ, ഇതെല്ലാം ഇങ്ങനെ അച്ചടിച്ചടിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആദ്യമൊക്കെ ഇതെല്ലാവരും സീരിയസ് ആയിട്ട് മാധ്യമങ്ങൾ കണ്ടു. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് തന്നെ മനസ്സിലായി ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആധികാരികതയും ഇല്ലാതെ അതിജീവിത എന്ന് പറഞ്ഞു വന്ന് ഒരു ആധികാരികതയും ഇല്ലാതെ എന്താ പറയാ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വെപ്പണായിട്ട് ഇത്തരം ആളുകൾ മാറുന്നു. തെരഞ്ഞെടുപ്പിന് പറ്റിയ ഒരു വെപ്പൺ, ഒരു ആയുധം, ആ ആയുധമായിട്ട് ഇവരൊക്കെ മാറുകയാണ്. അഭിഷേക് സൂചിപ്പിച്ച പോലെ തന്നെ ഡെയിലി അലമുണ്ടാക്കുന്ന അതിജീവിതം, ഡെയിലി അലമുണ്ടാക്കുക, രാവിലെ ഇറങ്ങുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരിക, ഇതുപോലെ ഓരോ കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുക, ദെൻ അത് കഴിഞ്ഞിട്ട് താനാണ് ഇര എന്ന് പ്രഖ്യാപിക്കുക. രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് അതിജീവിതൻ ഇദ്ദേഹമാണെന്ന്. പുള്ളി വെറുതെ ഒരു 17 ദിവസം പോയി ജയിലിൽ പോയി കിടന്ന ഒരാളാണ്. ജയിലിൽ പോയി കിടന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടയായിരുന്നു, ഇപ്പോൾ അത് മാറി. ഇപ്പോഴും ഉണ്ട തിന്നാൻ പോയി പറയാറ്, അത് മാറിയിട്ടില്ല. പറച്ചിൽ മാറിയിട്ടില്ല. രാഹുൽ ഈശ്വർ അവിടെ പോയി കുറച്ച് ദിവസം രാഹുൽ ഈശ്വറിനെ അവിടെ ഇടുക എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് കോടതിയെ വെല്ലുവിളിച്ചതിൻ്റെ പേരില്ല. കോടതിയെ വെല്ലുവിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഒരു മജിസ്ട്രേറ്റ് അത് കേട്ടിരിക്കുകയോ ജഡ്ജി അത് കേട്ടിരിക്കില്ല. എന്നാൽ പിന്നെ നീ പാഠം പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. അത് വേറെ ചാപ്റ്ററാണ്, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഓരോരുത്തരെ ഇങ്ങനെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യ വിഷൻ്റെ സമയത്തും ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ വിഷൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടായിരുന്നു. ഇതുപോലെ ഒരു ആരോപണം വന്നു. ആരോപണം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ വന്നുകൊണ്ടേയിരുന്നു. അവസാനം ഇന്ത്യ വിഷൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടു. ഇന്ത്യ വിഷൻ്റെ മാധ്യമപ്രവർത്തകരെ നേരെ കയ്യാങ്കളി ഉണ്ടായി. ഇന്ത്യ വിഷൻ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ വേട്ടയാടപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിൽ കുറച്ച് ആ സംഭവത്തിൽ, അതായത് ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ നേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കതിൽ അധിക നേരം പിടിച്ചിരിക്കാൻ ഇന്ത്യ വിഷനെ കൊണ്ട് പോലും അന്ന് സാധിച്ചില്ല. പക്ഷേ ഇപ്പം വരുന്നത് ഈ 2013 ശേഷം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നത് ഓരോ ഇലക്ഷനും വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരെ വരും, കറക്റ്റ് വന്നിരിക്കും. ശബരിനാഥ് മത്സരിച്ചു വന്നിരുന്നു, ആരോപണം വന്നിരുന്നു. അതായത് ഇതൊരു എന്താ പറയുക, ഇതിങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പടർത്തി പ്രചരിപ്പിക്കുക. ഈ പാലക്കാട് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. ഉള്ള കാര്യം പറയാം. ഈ പറയുന്ന ഇപ്പോൾ ഈ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ കഥ പാലക്കാട് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ എയറിലുള്ള കഥയാണത്. ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സംഭവം ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. എന്തുകൊണ്ടോ അത് ഇലക്ഷന് മുമ്പ് ഈ സംഭവം പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് പുറത്തു വന്നു. അത് വലിയ വാർത്തയെ ഓരോ പടിയായിട്ട് കയറി അതിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, 21-ാം തീയതി വരുന്ന 21-ാം തീയതി വരെ കേസ് കോടതി കിടക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്നത് താൻ വിവാഹമോചനത്തിനുള്ള നടപടികൾ സ്വീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ അത് ആരംഭിക്കാൻ പോവുകയാണ്. 2 മാസം മാത്രമാണ് ഇവർ വിവാഹ ജീവിതത്തിൽ തുടർന്നത്. അതിനുശേഷം അവർ പിന്നീട് മാറിപ്പോയി എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ്
ശത്രു എന്ന് പറയുന്നത് BJP ആണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ നിലനിൽക്കുക, അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ചാടി ഇങ്ങനെ പൊക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടും, ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെടും. ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം വേണമല്ലോ. ആ ക്രെഡിബിലിറ്റി ചർച്ചയാകപ്പെടും. അത് പോയി കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിന് മുന്നിൽ പോലും തന്റെ ആരോപണത്തിന് ഒരു വിലയും ഉണ്ടായിരിക്കില്ല. കാര്യം എന്താ പറയുക, അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബജീവിതം തകർത്തു എന്ന് അദ്ദേഹം ഒരു സൈഡിൽ പറയുന്നു. ഇപ്പുറത്ത് ആ പെറ്റീഷൻസ് ഒക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദീർഘനാളായി വേർപെട്ട് കഴിയുകയായിരുന്നു. അതിനിടെയാണ് പ്രശ്നപരിഹാരത്തിനായി ഈ MLA അവിടേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് MLA കുടുംബജീവിതം തകർത്തതെന്നൊരു ചോദ്യം. ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തിനെ പിന്നെ ഒന്ന് ഉലച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതെ, അതിൻ്റെ ഒരു കാര്യമാണ് ഇതൊക്കെ വരുന്നത്. ഏതായാലും ആരോപണത്തിൽ അദ്ദേഹം ആ ആരോപണം സ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പലയിടത്തായി പോയി, പല നേതാക്കന്മാരുടെയും പേര് പറയുന്നു. നേതാക്കന്മാരുടെ പേരല്ല, പാലക്കാടത്തെ കുറെ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നമ്മുടെ വ്യക്തി ജീവിതം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ആയുധമാക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഈ ചിലപ്പോൾ പലരുടെയും വ്യക്തി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു ആയുധമായി, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM, CPI, BJP, കോൺഗ്രസ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതം, നമ്മളാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവർക്ക് മുന്നിൽ നിങ്ങളിത് രാഷ്ട്രീയമായി ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കാൻ പാടില്ല. അത് ഒരു എന്താ പറയുക, നമ്മളൊരു ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അതെ, മറ്റുള്ളവർക്ക് വലിച്ചു കീറാനോ നമുക്ക് എന്താ പറയുക അവർക്ക് എടുത്തിട്ട് അലക്കാനോ വിട്ടുകൊടുക്കാൻ പാടില്ല. ഡെയിലി അലമ്പുണ്ടാക്കാൻ പാടില്ല. ശരി.